വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. കാരണം നമ്മളിന്ന് പോപ്കോണാണ് തയ്യാറാക്കുന്നത്. അതും കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അത്. ഈ പൊടിച്ചോളം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. മാർക്കറ്റുകളിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ കടകളിലും എല്ലായിടത്തും ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇത് പൊടിച്ചോളം എന്ന് പറയും. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മളത് ചെയ്യുന്നത് കുക്കറിലാണ് നമ്മൾ ഈ പൊടിച്ചോളം ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നല്ല പോപ്കോൺ നമ്മൾ ചോളപ്പൊട്ടി തയ്യാറാക്കാൻ നമ്മളിന്ന് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കർ നന്നായിട്ട് നമുക്ക് ചൂടാക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മളിത് കുക്കർ നന്നായിട്ട് ചൂടാവാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ ഈ കുക്കർ നന്നായി ചൂടാവുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അത് ചൂടായതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ചോളപ്പൊടി ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടില്ല. അപ്പോൾ അതെന്താണോ വിചാരിക്കും നമ്മൾ. അതുകൊണ്ട് നന്നായിട്ട് കുക്കർ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് നന്നായി ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ നെയ്യ് എടുത്തിരിക്കണേ. നിങ്ങൾക്ക് നെയ്യിന് പകരം ഓയിൽ ഉപയോഗിച്ചാലും അതിനുശേഷം നമ്മുടെ ഈ ചോളപ്പൊടി ഉണ്ടല്ലോ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. പിന്നെ നിങ്ങൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുക്കർ മൂടി അടയ്ക്കുമ്പോൾ കുക്കറിന്റെ മൂടി അടയ്ക്കുമ്പോൾ ഒരിക്കലും ഇത് എന്താ പറയാ വെയിറ്റ് ഇട്ടിട്ടോ അതുപോലെ കുക്കറിന്റെ വാഷുണ്ടല്ലോ അതും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ഇടാനും പാടില്ല. അതുപോലെ തന്നെ കുക്കറിന്റെ വാഷ് ഇടാനും പാടില്ല. ഞാൻ അത് രണ്ടും നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. വെയിറ്റും വാഷും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്ന് പൊട്ടി തുടങ്ങട്ടോ. അപ്പൊ നമ്മളിത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോ നന്നായിട്ട് പൊട്ടുന്ന സൗണ്ടുകളൊക്കെ എടുക്കണം. അത് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടപ്പ് തുറക്കാം. നമ്മളിത് പൊട്ടി ചോളം മുഴുവൻ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊന്ന് തുറക്കാം. അപ്പൊ നമ്മളുടെ കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ചോളപ്പൊടി തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രം വയ്ക്കാം. നമ്മുടെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പോപ്കോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് കാരമലൈസ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള പോപ്കോൺ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഒന്നും മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിന്റെ പലരും പറയാറുണ്ട് കുക്കറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത് മിക്കവർക്ക് അറിയായിരിക്കും. നല്ല അറിയാത്തവർക്കായിട്ടുള്ളതായിക്കോട്ടെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. പിന്നെ അതിന് മുൻപ് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ എനിക്ക് സപ്പോർട്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം.